എന്തു പറ്റി? ഫോൺ എടുക്കാൻ എന്താ ഇത്ര താമസം അവിടെ? അയ്യോ വല്യകുഞ്ഞെ, ഈ വീഡിയോ കോൾ അച്ഛനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അതോടെ തീർന്നേനെല്ലാം. അനിയൻകുട്ടനെ ഫോൺ കൊണ്ടുവന്നേ, അവൻ കണ്ടോട്ടോ. ആഹാ, അത് ശരി. അപ്പൊ എന്റെ കുഞ്ഞളിയനാണോ ഫോൺ എടുത്തത്? അത് നന്നായി. അതെ, ഇനിയെങ്കിലും എന്റെ കെട്ടിയോള് ധൈര്യമായിട്ട് നേർക്ക് നേർ മുഖത്ത് നോക്കി ഏട്ടാ എന്നൊന്ന് വിളിച്ചേ കേക്കട്ടെ. ഒന്ന് പോ വല്യകുഞ്ഞെ, ഒരേട്ടനും പോട്ടനും. വല്യകുഞ്ഞിന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അവിടെ? വല്യകുഞ്ഞ് എപ്പോഴാ തിരിച്ചു വരുന്നേ? ഉടൻ ഞാൻ എന്റെ കെട്ടിയോളെ കാണാൻ പറന്നങ്ങ് എത്തില്ലേ. ഇവിടെ ഇനി 2 മീറ്റിംഗ് കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ശരി. അതെ, അച്ഛൻ വരാറായി. ഈ വീഡിയോ കോൾ അങ്ങനെ കണ്ട ആകെ കൊളാവും. അതിന് കണ്ടാലല്ലേ. ദേ നോക്ക്, ദാസേട്ടൻ ഇപ്പോഴെങ്ങും വരാൻ പോകുന്നില്ല. ഞാൻ ദാസേട്ടനെ വിളിച്ചിട്ടാ നിന്നെ അങ്ങോട്ട് വിളിച്ചത്. ആ പിന്നൊരു കാര്യം, ഞാൻ ഇന്ന് നിന്നെ കെട്ടാനിരുന്നവനെ കണ്ടു, ആ ചന്ദ്രപ്രതാപനെ. അവനോടുണ്ട് മുംബൈയില്. ആ അതൊക്കെ ഒരു കഥ പിന്നെ പറയാം. ആദ്യം എന്റെ കെട്ടിയോൾ എന്നെ ഏട്ടാന്നൊന്ന് വിളിച്ചേ. ഇല്ലെങ്കിൽ അറിയാലോ, അമ്മയുടെ മുമ്പിൽ നിന്ന് ഇമ്പോസിഷൻ പറയുന്ന പോലെ ഏട്ടാ ഏട്ടാന്ന് വീണ്ടും വീണ്ടും വിളിക്കേണ്ടി വരും. ആ ഒന്നുകൂടെ വിളിച്ചേ കേക്കട്ടെ പ്ലീസ്. വിളിക്കില്ല. വേണ്ട വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. ഈ ക്രിസ്മസ് വെക്കേഷനെങ്കിലും നീ വന്നേ പറ്റൂ. ദേ അമ്മ ഫോൺ കട്ട് ചെയ്യണേ. ആ മോനെ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കും, നീ വെക്ക്. അയ്യോ, ആന്റിയുടെ ഒരു കമ്മൽ എവിടെ പോയി? അയ്യോ ശരിയാണല്ലോ, ഈ കമ്മൽ എവിടെ പോയി? ഇപ്പൊ കാതിലുണ്ടായിരുന്നതാ. ആ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. കൊള്ളാം. ആന്റിയുടെ അടുത്ത് കിടന്നിട്ട് കാണാൻ വയ്യല്ലേ? ആ അതെ, വെള്ളെഴുത്ത് പ്രായമായി വരുന്നതിന്റെ ലക്ഷണാണ്. ആ അത് നീ പറഞ്ഞത് ശരിയാ. പക്ഷേ എന്റെ ദൂരക്കാഴ്ചയ്ക്കും കാഴ്ചപ്പാടുകൾക്കും ഒന്നും ഇതുവരെ ഒരു പാളിച്ചയും വന്നിട്ടില്ല. എന്നാ നിന്റെ കാര്യം നേരെ മറിച്ചു. നീ പല കാര്യങ്ങളെയും അന്ധമായി വിശ്വസിച്ച് അതിനെയും തലയിലേറ്റ് നടന്ന നിന്റെ ജീവിതം ഒരു വട്ടപൂജ്യമായി മാറും. ഈ കമ്മല് കിട്ടിയതുപോലൊന്നും ജീവിതം തിരിച്ചു കിട്ടില്ല, അതാണ് കാര്യം. അതാൻറ്റി, എനിക്കിപ്പോ അത് മനസ്സിലായി വരാം. നേരത്തെ അഖിലാന്റിയുടെ മുന്നിൽ വെച്ച് കല്യാണി ഫോണിൽ സംസാരിച്ചത് ആനന്ദിനോട് തന്നെയായിരുന്നു. സത്യമാണോ നീ പറയുന്നേ? അതെന്താ നിനക്ക് ഇപ്പം മനസ്സിലാവാൻ? അരവിന്ദ് എന്നോട് നേരിട്ട് പറഞ്ഞു. ആനന്ദ മുംബൈന്ന് അരവിന്ദനെ വിളിച്ച് പിന്നീട് അത് ഓപ്പറേറ്റ് ചെയ്തത്. അതാണ് ഇപ്പം മനസ്സിലായോ കാര്യങ്ങളുടെ കിടപ്പ്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മുന്നിൽ വെച്ച് അഖിലാണ്ടേശ്വരിയുടെ മകനോട് ഫോണിലൂടെ പ്രണയസലാപം നടത്താൻ ഇവിടുത്തെ ചീള അടുക്കളക്കാരിക്ക് ധൈര്യം വന്നിരിക്കുന്നു. നന്ദനെ, ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആപത്തും അപകടവുമാണ്.
അന്നൊരിക്കൽ കയ്യിൽ ഒരു ചെമ്പരത്തി ചെടിയുമായി കയറി വന്ന ആ വൃത്തികെട്ട പെണ്ണ് തൃച്ചെമ്പരത്തെ മൂത്ത മരുമകൾ അണിയാനുള്ള പരമ്പരാഗത മാല കഴുത്തിലണിഞ്ഞ് നടക്കണമെങ്കിൽ അത് വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് നീ കരുതരുത്. അവൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. പുറത്ത് വെളുക്കെ ചിരിച്ചും നിഷ്കളങ്ക കുമാരി ചമഞ്ഞും ഈ കുടുംബത്തെ തന്റെ കാൽ കീഴിലാക്കാനുള്ള പ്ലാനിങ്ങുകളാ അവള് തന്ത്രപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ ഒരേ ഒരു ലക്ഷ്യം തൃച്ചംബരത്തെ മഹാറാണി പട്ടമാണെന്ന് ഞാൻ പറയും. അതിനെ ഒത്താശ ചെയ്യാൻ നിന്റെ കെട്ടിയോനും കൂടെ കൂടിയിട്ടുണ്ട്. ആന്റി, അത് അരവിന്ദ്. നീ ഒരു ന്യായവും പറയാൻ ശ്രമിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നീ ഓർത്തു നോക്ക്, അഖിലേച്ചി കയർ കെട്ടി അതിർവരമ്പ് തീർത്തതാ അവൾക്ക് ഈ വീട്ടില്. എന്ന തൃച്ചംബരത്തെ അടുക്കളക്കാരിയായി ആദ്യമേ അവൾ ആ അതിർവരമ്പ് പൊളിച്ചു. പിന്നെ ബ്രാൻഡ് അംബാസിഡർ പട്ടം. ഇപ്പോ ദേ ആനന്ദിനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് അവളുടെ പ്രണയം അങ്ങ് ഉറപ്പിച്ചും കഴിഞ്ഞു. ഇനി അധികം വൈകാതെ അരവിന്ദിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്ന കമ്പനികളുടെ MD സ്ഥാനം അവൾ ആനന്ദിനെ കൊണ്ട് തിരികെ വാങ്ങിപ്പിക്കും. അതോടെ അരവിന്ദ് പിന്നെ ഈ വീട്ടിൽ പഴയ ഫ്രീക്കൻ ചെക്കൻ. വീണ്ടും ഓട്ടക്കാലണം മാത്രമാവും. ഒപ്പം തന്നെ കമ്പനികളുടെ എല്ലാം അവകാശി ആനന്ദ് മാത്രമായി മാറുമ്പോ നിന്റെ സ്ഥാനം ദേ അവിടെ പടിക്ക് പുറത്താ. അല്ലെങ്കിൽ വായി മൂടിക്കെട്ടിയ ഒരു രണ്ടാം മകന്റെ ഭാര്യ. ദേ എന്നെപ്പോലൊരു വേസ്റ്റ് ജന്മം. നന്ദനെ, ഒന്ന് നീ ഉറപ്പിച്ചോ, നീ സ്വപ്നം കണ്ട ജീവിതം നിനക്ക് ആസ്വദിക്കണമെങ്കിൽ കല്യാണിയുടെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ് ശവപ്പറമ്പിൽ എരിയണം. നീ ചിന്തിക്ക്, ചിന്തിച്ച് പ്രവർത്തിക്ക്. തൃച്ചംബരത്ത് നാളെ നിനക്ക് അഖിലാണ്ടേശ്വരിയാകണോ പാവം വിലാസിനിയായി ആട്ടും തുപ്പുമേറ്റ് കല്യാണിയുടെ കാൽച്ചുവട്ടിൽ കഴിയണോ എന്ന് തീരുമാനം നിന്റേതാ. നിന്റേത് മാത്രം. ആന്റി, ഇന്ന് മുതൽ എണ്ണി ഒരാഴ്ച സമയം നിനക്ക് തരും. അതിനു മുമ്പ് കൂടും കുടുക്കിയെടുത്ത് ഈ നാട് വിട്ട് പോയിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ച നീ എന്ന മാരണം പിന്നെ ഈ ഭൂലോകത്തുണ്ടാവില്ല. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വല്ല ഓഡിറ്റോറിയത്തിലും സ്റ്റേജ് ഷോയ്ക്കും പോകുന്നതായിരുന്നു നിനക്ക് നല്ലത്. ഡയലോഗ് അടിക്കാൻ മിടുക്കനല്ലേ, ആൾക്കാരുടെ അപ്ലോസ് കിട്ടും. പക്ഷേ എനിക്ക് പ്രയോജനം ഇല്ല നിന്നെ കൊണ്ട്. അത് മാഡം, അവൻ പെട്ടെന്ന് പ്രതികരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല അന്നെനിക്ക് ചെറിയ പനിയുണ്ടായിരുന്നു. അതാ ഉടനടി അടി തടുക്കാൻ കൈ ഉയർത്താൻ പറ്റാതിരുന്നത്. ഷട്ട് അപ്പ്. നോക്ക്,
വാക്കുകൾ കൊണ്ട് ജയിക്കാൻ ഇറങ്ങുന്ന ഒരു പടയാളി കോമിക് ക്യാരക്ടറിനെ അല്ല എനിക്കിപ്പോ വേണ്ടത്. മുറിച്ചിട്ടാലും മുറി കൂടുന്ന പോരാളിയാ. അതിന് നീ പോരാ. ഭീരുവായ മിത്രത്തെക്കാൾ പ്രിയങ്കയ്ക്ക് എന്നും ഇഷ്ടം ധീരനായ ശത്രുവിനെയാ. മാഡം, ഞാൻ ഇനി അങ്ങോട്ട് ഒരു തെറ്റും പറ്റില്ല ചന്ദ്രന്. ഒരു തവണ കൂടി ചന്ദ്രൻ അവസരം തരണം പ്ലീസ്. ശരി. സാധാരണ തന്റെ ഇടം ഇല്ലാത്തവന്റെ വാക്കുകൾക്ക് കാതു കൊടുക്കാറില്ല പ്രിയങ്ക. അതെന്റെ കുഴപ്പമല്ല, ഈ ശരീരത്തിൽ ഓടുന്ന ക്ഷത്രിയ രക്തത്തിന്റേതാ. അതാ മറ്റൊരുത്തന്റെ കൂടെ നിന്ന് ഒറ്റുന്നവനും കൂടെ വേണമെന്ന് തോന്നിയത്. അത് നിന്റെ വിലാസിനെ ആന്റിക്ക് ധാരാളം ഉണ്ട്. നീയും ആ കുലത്തിൽ പെട്ടവനല്ലേന്ന് കരുതിയ പിമ്പാണെന്നറിഞ്ഞിട്ടും നിന്നെ കൂടെ കൂട്ടിയത്. ഏതായാലും ഇതെങ്കിലും നീ ചെയ്ത് കാണിക്കും. ഫംഗ്ഷനിൽ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെയും നിന്നെയും അപമാനിച്ച ആനന്ദ് ഈ മുംബൈ വിട്ട് തിരികെ പോകാൻ പാടില്ല ഒരിക്കലും. മനസ്സിലായി മാഡം. ഇന്ന് തന്നെ ആനന്ദിനെ തീർത്തേക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. നോ, കൊല്ലരുത്. അവനെ എനിക്ക് ജീവനോടെ വേണ്ടത്. അവന്റെ അവസാന വിധി തീരുമാനിക്കുന്നത് ഈ പ്രിയങ്ക വർമ്മയായിരിക്കണം. നീ ചെയ്യേണ്ടത് അവനെ ശ്വാസം മാത്രം അവശേഷിപ്പിച്ച് ജഡമാക്കി കിടത്തല. എന്താ, നടക്കോ? നടക്കും മാഡം, നടത്തും ഈ ചന്ദ്രൻ. അതിനുള്ള ആളുണ്ട് എന്റെ കയ്യിൽ. ശരി, എങ്കിൽ പോയി ചെയ്തിട്ട് വാ. എനിക്ക് കിട്ടേണ്ടത് നല്ല വാർത്തയാവണം. അവൻ വീണു എന്ന വാർത്ത. ശരി മാഡം, വരണടാ. അമ്മേ. ആ, എത്തിയോ? ഇരിക്കും. ഞാൻ നിന്നെ ഫോൺ ചെയ്യാൻ ഒരുങ്ങായിരുന്നു. എന്താ അമ്മേ? ഇയോൺ ആഡ്സ് നമ്മുടെ പുതിയ പ്രോഡക്റ്റിന്റെ പരസ്യം ചെയ്ത് അയച്ചിട്ടുണ്ട്. അമ്മയ്ക്കെന്തോ അതത്ര നന്നായി തോന്നിയില്ല. മെയിലുണ്ട്, നീയും കൂടി ഒന്ന് നോക്ക്. എന്തോ അത് ജനങ്ങളുടെ ഇടയിലേക്ക് റീച്ച് ചെയ്യുമെന്നൊരു ഡൗട്ട്. പ്രധാനമായിട്ടും അതിലൊരു പോസിറ്റീവ് ഫീലില്ല. അതാണ് അതിന്റെ ഒരു ഡ്രോബാക്ക്. ആ നന്ദന, ആ ആന്റി, മോളും കൂടി ആ പരസ്യം ഒന്ന് നോക്കി ഒരു അഭിപ്രായം പറയും. ഒരു തേർഡ് ഒപ്പീനിയൻ എപ്പോഴും നല്ലതാ. ശരി ആന്റി. അല്ല, നീ ആ ബോർഡ് മീറ്റിംഗ് എന്നത്തേക്കാ വെച്ചിരിക്കുന്നത്? 22-ാം തീയതി അമ്മേ. ഓക്കെ, ഫൈൻ. ബോർഡ് മീറ്റിംഗിൽ നമ്മുടെ 16 കമ്പനികളിലായി നിലവിലുള്ള ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്യണം. അജണ്ട. പിന്നെ പൂനെയിലെ ജ്വാല അസോസിയേറ്റ്സുമായിട്ടുള്ള തർക്കം എന്തായി? അതമ്മേ, അവര് പ്രോഫിറ്റ് ഷെയറിങ്ങിന്റെ പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും റെഡിയല്ല. നേരിട്ട് എന്തെങ്കിലും മീറ്റിംഗ് വെച്ചേ പറ്റൂ. മറ്റന്നാൾ ഞാൻ അങ്ങോട്ട് പോവാന്ന് വിചാരിക്കാം. ആ മറ്റന്നാളാണോ? എന്നാ ഞാനും വരും അരവിന്ദ്. ഞാനാണെ പൂനെയിൽ ഇതുവരെ പോയിട്ടില്ല. പൂനെയിൽ മാത്രല്ല, നിങ്ങൾ ഒരുമിച്ച് എവിടെയും പോയിട്ടില്ലല്ലോ. ഇതിപ്പോ നല്ല അവസര രണ്ടുപേർക്കും ഒരു നല്ല ജോലി ട്രിപ്പായിട്ട് പോയിട്ട് വരാന്നേ. നോ, ഇതെന്താ ഹണിമൂൺ ട്രിപ്പാണോ? ബിസിനസ് മീറ്റിംഗ് അല്ലേ? മാത്രമല്ല, പൂനെയിലെ മീറ്റിങ്ങിനൊന്നും അരവിന്ദ് പോണ്ട. ആനന്ദ് മുംബൈയിലുണ്ടല്ലോ, അവൻ അവിടുന്ന് പോയി അറ്റൻഡ് ചെയ്തോളും. രണ്ട് കമ്പനികൾ തമ്മിലുള്ള തർക്കം പറഞ്ഞു തീർക്കാനുള്ള എക്സ്പീരിയൻസോ മെച്യൂരിറ്റിയോ ഒന്നും നിനക്കില്ല. എന്ന് പറഞ്ഞാ ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ഓരോരുത്തർ എക്സ്പീരിയൻസ് പഠിക്കുന്നത്.
ഇതിപ്പോ പൂനെയിലെ ആവശ്യത്തിന് മുംബൈ കിടക്കുന്ന ആനന്ദിനെ വിളിക്കേണ്ട അത്യാവശ്യം എന്താ? അല്ലെങ്കിൽ തന്നെ കമ്പനി MD അരവിന്ദ് അല്ലേ? അല്ലേ നന്ദനെ? അത് കടലാസിൽ. ആനന്ദ് പഠിച്ചതും പഠിക്കുന്നതും ബിസിനസ്സാണ്. അരവിന്ദ് അതല്ല. എക്സ്പീരിയൻസ് കൗണ്ട്സ് എ ലോട്ട് എന്നാണ്. അത് വിവരമില്ലാത്തവർക്ക് പറഞ്ഞ മനസ്സിലാവില്ല. മാത്രമല്ല, മുംബൈയിൽ നിന്ന് പൂനെയിലെത്താൻ ഇവിടുന്ന് പൂനെയിലെത്തുന്നതിന്റെ പകുതി സമയം പോലും വേണ്ട. നീ വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്. അതെ, ഇളയമ്മ ഇവിടുത്തെ അടുക്കളയിൽ കയറി ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിടി വില കൂട്ടിക്കുറയ്ക്കുന്നത് പോലെയല്ല കോർപ്പറേറ്റ് ബിസിനസ്. ബ്രോയും അച്ഛനും അമ്മയും കൂടിയാ ഇവിടുത്തെ 16 കമ്പനികളും ഉണ്ടാക്കിയത്. ഞാൻ മിനിഞ്ഞാന്ന് അവിടെ ഒരു കസേര കയറി തൽക്കാലം ഒന്ന് ഇരുന്നേ ഉള്ളൂ. പൊന്നൊരുക്കുന്നിടത്ത് ഇളയം ഒരു പൂച്ചയായിട്ട് വന്നിരിക്കണമെന്നില്ല കേട്ടോ. വല്ല പാല് കട്ടുപിടിച്ചോ മീമുള്ളു നക്കി തിന്നോ ഏതെങ്കിലും മൂലയിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. കേട്ടല്ലോ? പ്ലീസ്. അതെ, തൃച്ചംബരത്തെ കള്ളിപ്പൂച്ച ഞാനല്ല, നീയാ. അത് മനസ്സിലായോ നിനക്ക്? ആ, എന്ത് മനസ്സിലാവാത്ത പോലെ ഒരു നോട്ടം. എന്റെ കൊച്ചേ, നീ പൂനെയിൽ പോണോന്ന് പറഞ്ഞത് വെട്ടാനല്ലേ അഖിലാണ്ടേശ്വരി ഇപ്പോഴീ ചാടി തുള്ളിയത്? മാത്രമല്ല, നിന്റെ കണവൻ അരവിന്ദ് കൃഷ്ണൻ ചേട്ടൻ ആനന്ദ് കൃഷ്ണന്റെ കാൽ കീഴിലാണെന്നൊരു ഓർമ്മിപ്പിക്കലും ഉണ്ട് ആ കുത്തിപ്പറിച്ചിലിൽ. മനസ്സിലായോ നിനക്ക്? അല്ലെങ്കിലും തൃച്ചംബരത്തിന്റെ ശാപ അനിയന്റെ ഭാര്യാപട്ടം. മൂത്തയാള് ഭരിക്കും യജമാനത്തിയായി, ഇളയാള് നരകിക്കും അടിമയെ പോലെ. ഇവിടെ ഇനിയിപ്പൊ കല്യാണി ആനന്ദ് കൃഷ്ണന്റെ ഭാര്യയായി മൂത്ത മരുമകളായിട്ടും കൂടി വന്നാ മതി. നിന്റെ കാര്യം സ്വാഹയാ. കട്ടപ്പോക. കഷ്ടം തന്നെ. അരവിന്ദ്, ഞാൻ 2 ദിവസം ലീവ് എടുക്കാണ്. അരവിന്ദ് ഫ്രീ ആവണം. വി ആർ ടേക്കിംഗ് എ ലെഷർ ട്രിപ്പ്. ഗോവയിൽ പോവാം, അല്ലെങ്കിൽ ബാംഗ്ലൂർ. ദാറ്റ്സ് യുവർ ചോയ്സ്. നന്ദന പോട്ടെ. നീ ഇങ്ങനെ ഹാർഷായിട്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ഫീലിങ്സ്.
എന്ത് മനസ്സിലാവുന്നെന്ന് നിനക്കൊന്നും മനസ്സിലാവുന്നില്ല. അരവിന്ദ്, നീ ഒരു കാര്യം അറിയണം. താലി കെട്ടുന്നവൻ സുന്ദരനാവണമെന്നും പണക്കാരനാവണമെന്നും അല്ല ബേസിക്കലി ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത്. മറിച്ച് അവളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പുരുഷനാവണമെന്നാ. ഓക്കെ, സമ്മതിക്കുന്നു. അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ? ഞാൻ പൂനെക്ക് പോവാന്ന് പറഞ്ഞപ്പോ നീ കൂടെ വരാൻ ആഗ്രഹിച്ചു. യാത്ര ക്യാൻസലായി, അത്രയല്ലേ ഉള്ളൂ. ക്യാൻസൽ ആയതല്ല, ക്യാൻസൽ ആക്കി നിന്റെ അമ്മ. എന്തിനായിരുന്നു അത്? ഞാൻ കൂടെ വരാതിരിക്കാനോ?